ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കുടുംബജീവിതത്തിൽ മാത്രമല്ല, കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസം സമൂഹത്തിലും സഭകളിലും ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന ഒരനുഭവമാണ് 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അവരെ അനുഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദോഷത്തിന് ദോഷം ചെയ്യാനും ശകാരത്തിന് ശകാരം ചെയ്യാനും ദൈവം അനുവദിക്കുന്നില്ല ആരെയും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും, അവരെ അനുഗ്രഹിക്കണം. നിങ്ങൾ ചെയ്യുന്ന ദോഷം ഇന്ന് നിർത്തുക, നിങ്ങളുടെ ശകാരം ഇന്ന് നിർത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കുടുംബജീവിതം ശരിയാകുന്നതിന് വിശുദ്ധ പത്രോസ് പറഞ്ഞിരിക്കുന്ന ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, ദാസൻ്റെ കാര്യം, ദാസിയുടെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത് തരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലന്മാർ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ കൂടെയിരുന്ന വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ